വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന മേജറായിട്ടുള്ള ബ്ലെസ്സിങ്സ് വിത്തിൻ 24 hours നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മേജറായിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് 3 ചാനലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഒന്ന് ഓടി വരിക. അത് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേഷൻ സംഭവിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. സോ കീപ്പ് ഇറ്റ് അപ്പ്. ജഡ്ജ്മെൻറ്റ് കാർഡാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഇന്നത്തെ സ്പ്രെഡിലൂടെയുള്ള കാര്യം, വിത്തിൻ 24 hours നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മേജറായിട്ടുള്ള ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മേജറായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് വിത്തിൻ 24 hours നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് നമ്മൾ പെട്ടെന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, വളരെ ആകസ്മികമായ പല മുഹൂർത്തങ്ങളിലൂടെ നിങ്ങൾ ഈ ഒരു 24 hours ചിലർക്ക് 2 weeks സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല ആകസ്മികമായ മുഹൂർത്തങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ പേർക്ക് ജോബിന് വേണ്ടി തേടി നടന്നിരുന്ന കുറച്ചധികം പേർക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നതിനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. നാട്ടിൽ നിന്നും പുറത്തോട്ടൊക്കെ ജോബ് നോക്കി പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ, പുറത്തോട്ടൊക്കെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു സമയം തന്നെയാണ്
നിങ്ങൾക്ക് പല ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്തിട്ടൊരു ഇൻ്റർവ്യൂ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ പേരെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ബെസ്റ്റ് ചാൻസ് ഉടനെ തന്നെ വിത്തിൻ 24 hours ഒരു കോള് വരുന്നതും ആ കോളിലൂടെ നിങ്ങളുടെ ലൈഫ് മാറി മറിയുന്നതും കാണുന്നുണ്ട്. എൻ്റെ അബണ്ടൻസ് ആണ് നെക്സ്റ്റ് ലെവൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സമ്പൽ സമൃദ്ധി, അത് ഓവറായിട്ട് എന്നല്ല, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ വാങ്ങാനും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ. ഇപ്പോൾ ഒരുപാട് പേര് പൈസ ഇപ്പോൾ യൂട്യൂബിലായാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ ഓരോ സാധനങ്ങൾ വാങ്ങുന്നു. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടി ഓരോന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ക്യാഷ് കിട്ടി ഓരോന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലൂടെ ഓരോന്ന് ചെയ്യുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ, വീട്, കാറ്, അല്ലെങ്കിൽ ലക്ഷറീസ് ആയിട്ടുള്ള പല ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് കണ്ടിട്ട് എനിക്കും ഇങ്ങനെ ഇതുപോലെ എൻ്റെ വരുമാനത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യം നടക്കാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ആ കാര്യം വാങ്ങാനുള്ള പൈസ എൻ്റെ അടുത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു കാര്യം വാങ്ങാനായിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ 10 പൈസ ഉണ്ടാവില്ല എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ചിലവഴിക്കാനായിട്ട് ഒരു 10 രൂപ പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, വേണമെങ്കിൽ ഒരു 100 രൂപ കുറവിൽ അത് വാങ്ങാൻ പറ്റാതെ തിരിച്ചു പോരേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ്, ഇഷ്ടപ്പെട്ടൊരു വാഹനം, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു നെയിൽ പോളിഷ് പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷർട്ട് പോലും വാങ്ങാൻ പറ്റാതെ, അത് കുടുംബത്തിന് വേണ്ടിയിട്ടോ ഞാനത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം പട്ടിണിയാവും, ഞാനത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തേക്ക് വേണ്ട കാര്യങ്ങൾ വരും പഞ്ചസാരയും മേടിച്ചു കൊടുക്കാം, ആ ഒരു മൈൻഡിൽ കുടുംബത്തെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇന്ന് വരെ നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഇതുവരെയും ജീവിച്ചിട്ടില്ല. നിങ്ങളുടേതായ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളൊരു 10 പൈസയും ചിലവഴിച്ചിട്ടില്ല എന്ന് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കാര്യത്തിന് എൻ്റെ ഒരു ആഗ്രഹം വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള പലരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു നിമിഷത്തിലേക്കാണ് നിങ്ങളുടേതായ വഴി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന വഴി, ചിലപ്പോൾ വല്ല ഓൺലൈൻ ജോബുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെറ്റിങ്സ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ശോഭിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും ഓൺലൈൻ ജോബുകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സർഗാത്മകത, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഫീൽഡ് കണ്ടുപിടിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ വർക്ക് ഓൺ ചെയ്ത്, അല്ലെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ പുതിയ പുതിയ അറിവുകൾ നേടി നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് അത് ചിലർക്കൊരു യൂട്യൂബ് ചാനൽ, മുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കാർഡ്സ് റീഡിങ്സ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അത് തുടങ്ങി വെച്ചിട്ട് അവിടെ ബ്രേക്ക് ചെയ്തിട്ടവരായിരിക്കും എഗെയിൻ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അത് വീണ്ടും എടുത്ത് പ്രവർത്തിപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെയൊക്കെ ഇനി ഒരു ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലായിരിക്കാം, ഒരു 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കാര്യമായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടേതായ ചിലപ്പോൾ ചിലർ ക്രാഫ്റ്റ് വർക്കായിരിക്കാം, ചിലർ ഈ മാല അങ്ങനത്തെ ഐറ്റംസ്, മുത്ത് ഐറ്റംസ് ഉണ്ടാക്കുന്നവരായിരിക്കാം, ചിലർ ഓൺ ബിസിനസ് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ലേഡീസ് ആണെങ്കിൽ ടൈലറിങ് ഷോപ്പ്, ബ്യൂട്ടി പാർലർ, ബൊട്ടീക്ക്, ഈ വക സാധനങ്ങളൊക്കെ തുടങ്ങുന്നവരായിരിക്കാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ബിസിനസ് മൈൻഡോ അല്ലെങ്കിൽ നിങ്ങളുമായി ക്രിയേറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വര ഉണ്ടാവുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു 24 hours നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതിലൊരു ഗ്രോത്ത് അധികം നാൾ വൈകാതെ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ കടം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്ത പൈസകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടോ അയ്യോ എനിക്കത് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നാലോചിച്ചിട്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെയുള്ള നിങ്ങളുടെയൊക്കെ പൈസ നിങ്ങൾക്ക് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അധികം വൈകാതെ നിങ്ങൾക്ക് ആ പൈസ കൊടുത്തു തീർക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്നാക്കുന്നുണ്ട്. പലർക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇത് ഒരു വശം. ആൻഡ് നിങ്ങളുടെ ലവ് സൈഡ് നോക്കുകയാണെങ്കിൽ
വളരെയധികം പേർക്ക് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു കോൾ ഓർ മെസ്സേജ് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഇതിൽ കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റ് സിറ്റുവേഷനാണ്. അതിൻ്റെ ഒരു മെയിൻ കാർഡാണ് ഈ ഒരു 2 ഓഫ് കപ്സ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ്. അതാണ് ഞാൻ ഇവിടം വരെ ബാക്കി പറയാൻ നോക്കിയത്. ഒരു വശമാണ് ബാക്കി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങളുടെ ബിൽഡപ്പ് ആവുന്നു എന്ന് പറയുന്നത്. ആൻഡ് അനദർ വൈസ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായി ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, ഒപ്പം തന്നെ നിങ്ങളുടെ ലവ് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ റൊമാൻസ് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ലവ് ലൈഫ് ബെറ്റർ ആവുന്നതും കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് കടന്നു വരണമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരിക്കലും പിരിഞ്ഞു പോകരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. പുതിയൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ്, ഒരു ജഡ്ജ്മെൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണുന്നു. അതിലൂടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് വർദ്ധിക്കുന്ന ഈ വ്യക്തി വരുന്നത് വഴി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇൻഡിപെൻഡൻസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസുമായിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഇത് പറയുന്നവർക്ക് പറയാം, ഇതൊക്കെ ഒരു എന്താ പറയുക, വായിൽ നാവുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാം എന്നുള്ളൊരു തോന്നലോട് കൂടി കാണുന്ന 2-3 പേഴ്സണെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളോട് പറയാനുള്ളത്, വിശ്വസിക്കുക. ഇഫ് യു ക്യാൻ ബിലീവ് യു ക്യാൻ ഡു ഇറ്റ് എന്നാ പറയാം. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങൾ വിശ്വസിച്ച് മാനിഫെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ പറയുന്നത് മന്ത്രങ്ങളോ തന്ത്രങ്ങളോ താന്ത്രികതയോ മറ്റേ ദിഗംബരൻ്റെ എന്താ പറയുക ആഭിചാരക്രിയകളൊന്നുമല്ല. ഞാൻ പറയുന്നത് വെറും സയൻസാണ്. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാനിഫെസ്റ്റ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജി വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ എനർജി, പോസിറ്റീവ് നെഗറ്റീവ് എനർജി വെച്ചിട്ടാണ് ഈ ക്യാരക്ടർ റീഡിങ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് തരുന്നതാണ്. ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, വെരി ഡിഫിക്കൽട്ടാണ്. ആ സാധനം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. എങ്കിൽ കൂടെയും അതിലേക്ക് നമ്മൾ പൂർണ്ണ മനസ്സ് വെച്ച് നമ്മൾ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ അനുഭവിക്കാൻ പറ്റും. അനുഭവിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അവരുടെ സ്ക്രീൻഷോട്ട് അവരുടെ സമ്മതത്തോടു കൂടി തന്നെ അവർ വാട്സപ്പ് ചെയ്ത സ്ക്രീൻഷോട്ട് വീഡിയോസിൽ കാണിക്കാം. അല്ലാതെ ഇപ്പം നിങ്ങളെ വിശ്വസിപ്പിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ മാനിഫെസ്റ്റേഷൻ, ഹൗ ടു മാനിഫെസ്റ്റ് എ കോൾ ഓർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നമ്മുടെ ഏതോ ഒരു ചാനലിൽ സ്പിരിച്വൽ ജേർണിയിലാണെന്ന് തോന്നുന്നു ഒരെണ്ണം സ്പിരിച്വൽ ജേർണിയിലോ സൈക്കിക്കിലോ ഇതിലേതിലോ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ വളരെയധികം വ്യൂസ് നമുക്ക് വരുന്നുണ്ട്. 12K അങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ ആളുകൾ അത് ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് ട്രൈ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഭയങ്കര റെസ്പോൺസ് കിട്ടുന്നു. അതിൻ്റെ താഴെ തന്നെ ഒരുപാട് പേര് ഈ സംഭവം ഞാൻ ചെയ്ത് മിനിറ്റുകൾക്കകം എനിക്ക് ഈ റെസ്പോൺസ് വന്നു, എൻ്റെ വ്യക്തി എന്നെ വിളിച്ചു, എൻ്റെ വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചു, എന്നോട് ഓക്കെ പറഞ്ഞു. എത്ര പേര് അതിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്ന് പോയി നോക്കൂ നിങ്ങൾ അറിയില്ലെങ്കിൽ. അപ്പോൾ വിശ്വാസമില്ലാത്ത ജനതകളെ ഞാൻ എൻ്റെ ടാരറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും താഴെയുള്ള ഒരു NB ഇട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. ടാരറ്റ് റീഡിങ് ആഗ്രഹിക്കുന്നവർക്കും വിശ്വാസമുള്ളവർക്കും മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ബാധകമുള്ളൂ. അല്ലാത്തവർ ഇതിൽ ബാധകമല്ലാന്ന്, അല്ലാത്തവർ ഇത് നോക്കണ്ടാന്ന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണുക, അല്ലെങ്കിൽ ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അത് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ലവറിൻ്റെയും പേര് കമൻറ്റ് ചെയ്യുക. നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഡിങ്ങിൻ്റെ അപ്ലോഡിങ് സമയങ്ങൾ മാറ്റിയിട്ടുണ്ട്. സ്പിരിച്വൽ ജേർണി 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് PM സൈക്കിക് ഹീലിംഗ് 7 PM മൂൺഗോഡസ് 8 PM ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ സമയത്ത് വന്ന് കാണുക. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.